കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള കൊലപാതകങ്ങൾക്ക് അരങ്ങാകുകയാണ് ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളം. ഓരോ ദിവസവും പുറത്തു വരുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇന്നലെ വിദേശത്തു നിന്ന് കോഴിക്കോട് വിമാനമിറങ്ങിയ കണ്ണൂർ ഉളിക്കൽ സ്വദേശിനിയായ ലീബ എന്ന സ്ത്രീ വിമാനത്താവളത്തിൽ വെച്ച് പിടിയിലായ ലീബ പോലീസിനോട് തട്ടിക്കയറി. ലീബയെ പോലീസ് പിടികൂടിയത് അവർക്കെതിരായ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നതുകൊണ്ടാണ്. പോലീസ് സ്റ്റേഷനകത്തേക്ക് കയറാൻ ലീബ കൂട്ടാക്കിയില്ല. ഒടുവിൽ പോലീസിന് ലീബയുടെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു. ധരിച്ചിരുന്ന ഓവർകോട്ട് കൊണ്ട് ലീബ മുഖം മറച്ചിരുന്നു. എന്തിനാണ് ലീബയെ പോലീസ് അറസ്റ്റ് ചെയ്തത്? ഒരൽപ്പം ഫ്ലാഷ് ബാക്കിലേക്ക്. 2024 മാർച്ച് 20 മുതലാണ് വയനാട് സുൽത്താൻ ബത്തേരി പൂമല ചെട്ടിമൂല വിനോദ് ഭവനിൽ ഹേമചന്ദ്രൻ എന്ന 54-കാരനെ കാണാനില്ലെന്നു കാട്ടി ഭാര്യ NM സുഫിഷ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. അയാൾ കുറച്ചുകാലം പട്ടാളത്തിൽ ജോലി ചെയ്തിരുന്നു. പിന്നീട് നാട്ടിൽ വന്നു. റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാരനായിരുന്ന അയാൾ കോഴിക്കോട് മായനാട്ടുള്ള വാടക വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. മെഡിക്കൽ കോളേജ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കാണാതായ ഹേമചന്ദ്രന് പലരുമായും സാമ്പത്തിക ഇടപാടുകളുണ്ടെന്നും വലിയ സാമ്പത്തിക ബാധ്യതകളുണ്ടെന്നും കണ്ടെത്തി. ചിട്ടിക്കമ്പനിയുടെ പേരിലും പണം ഇരട്ടിപ്പിച്ചു നൽകാമെന്ന് പറഞ്ഞുമൊക്കെ ഹേമചന്ദ്രൻ പലരോടും പണം വാങ്ങിയിരുന്നു. ഇങ്ങനെ 20 ലക്ഷത്തോളം രൂപ ഹേമചന്ദ്രൻ പലർക്കായി കൊടുക്കാനുണ്ടായിരുന്നെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. കടക്കാരെ പേടിച്ച് മുമ്പും ഇതുപോലെ ഹേമചന്ദ്രൻ പലതവണ വീട്ടിൽ നിന്നും മാറി നിന്നിട്ടുണ്ട്. വീട്ടുകാർ ഇക്കാര്യം പോലീസിനോട് പറഞ്ഞു. ഇതിനിടയിൽ താൻ മൈസൂറിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞ് ഹേമചന്ദ്രനാണെന്ന വ്യാജേന ആരോ ഹേമചന്ദ്രൻ്റെ മകളുടെ ഫോണിലേക്ക് വിളിച്ചു. പക്ഷേ ഇത് തൻ്റെ അച്ഛൻ്റെ സ്വരമല്ലെന്ന് മകൾക്ക് മനസ്സിലായി. അവൾ പോലീസിനെ വിവരമറിയിച്ചു. പോലീസിൻ്റെ അന്വേഷണത്തിൽ ഫോൺ ചെയ്തത് ഹേമചന്ദ്രനല്ല എന്ന് മനസ്സിലായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മോഷണ കേസിൽ 2 പേർ അറസ്റ്റിലാകുന്നു. മാടക്കര പനങ്ങാർ വീട്ടിൽ ജ്യോതിഷ് കുമാറും വെള്ളപ്പന പള്ളുവടി വീട്ടിൽ BS അജേഷും. ഇവരെ ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് ഹേമചന്ദ്രനെ അപായപ്പെടുത്തി എന്ന തരത്തിലുള്ള ചില സൂചനകൾ പോലീസിന് ലഭിക്കുന്നത്. അങ്ങനെ അവരെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്തു. അപ്പോഴാണ് ഹേമചന്ദ്രനെ കൊലപ്പെടുത്തി തമിഴ്നാട്ടിലുള്ള ഒരു വനത്തിൽ കുഴിച്ചിട്ടതായി ഇവർ പോലീസിനോട് വെളിപ്പെടുത്തിയത്. അങ്ങനെ ഈ പ്രതികളുമായി ACP A ഉമേഷിൻ്റെയും മെഡിക്കൽ കോളേജ് ഇൻസ്പെക്ടർ PK ജിജീഷിൻ്റെയും നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തമിഴ്നാട്ടിലെത്തി. ഹേമചന്ദ്രനെ കണ്ടെത്താനായി ഊർജിതമായി ശ്രമങ്ങൾ പോലീസ് നടത്തുന്നതിനിടയിലാണ് അയാൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം പുറത്തു വരുന്നത്. കൊലപാതകം നടന്നു എന്നുറപ്പിക്കാവുന്ന തെളിവുകളെല്ലാം അന്വേഷണ സംഘത്തിന് കിട്ടി. മുഖ്യപ്രതിയായ സുൽത്താൻ ബത്തേരി പഴുപ്പത്തൂർ പുല്ലമ്പി വീട്ടിൽ നൌഷാദിൻ്റെ പെൺ സുഹൃത്തായ ലീബ ഫോൺ ചെയ്തതനുസരിച്ചാണ് ഹേമചന്ദ്രൻ വീട്ടിൽ നിന്നിറങ്ങിയത്. നൌഷാദിന് ഹേമചന്ദ്രൻ പണം കൊടുക്കാനുണ്ടായിരുന്നു. തട്ടിക്കൊണ്ടുവന്ന് ഭീഷണിപ്പെടുത്തി ആ പണം തിരിച്ചു വാങ്ങാനായിരുന്നു നൌഷാദിൻ്റെയും സംഘത്തിൻ്റെയും പദ്ധതി. നൌഷാദിൻ്റെ കാമുകിയായ ലീബ വിളിച്ചതനുസരിച്ച് ഹേമചന്ദ്രൻ സുൽത്താൻ ബത്തേരി ബീനാച്ചിയിലുള്ള അവളുടെ വീട്ടിലെത്തി. അവിടെ എത്തിയപ്പോഴാണ് താൻ ചതിയിൽപ്പെട്ടെന്ന് ഹേമചന്ദ്രന് മനസ്സിലായത്. അയാളെ നൌഷാദും സംഘവും മുറിക്കുള്ളിൽ പൂട്ടിയിട്ട് 2 ദിവസം ഭീകരമായി മർദ്ദിച്ചു. ആ മർദ്ദനത്തിനിടയിൽ അയാൾ കൊല്ലപ്പെട്ടു. ഹേമചന്ദ്രൻ്റെ മൊബൈൽ ഫോണും കൊണ്ട് പ്രതികൾ മൈസൂരിലും ഗുണ്ടൽപേട്ടിലും പോയി. അയാൾ അവിടെയൊക്കെ എത്തി എന്ന് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനായിരുന്നു ഇത്. 2025 ജൂൺ 28-നാണ് തമിഴ്നാട് നീലഗിരിയോട് ചേർന്നുള്ള ചേരമ്പാടി ഉൾവനത്തിലെ ചതുപ്പിൽ നിന്ന് ഹേമചന്ദ്രൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. ഇരിക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. അത് അഴുകിയിരുന്നുമില്ല. അഴുകാത്തത് ആ വനപ്രദേശത്തെ ഭൂപ്രകൃതിയുടെ പ്രത്യേകത കൊണ്ടായിരുന്നു. അവിടെ വെച്ചു തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. ശരീരത്തിൽ കത്തി കൊണ്ട് കുത്തിയതിൻ്റെയും മർദ്ദനമേറ്റതിൻ്റെയും പാടുകളുള്ളതായി പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞു. സാഹചര്യ തെളിവുകൾ അനുസരിച്ച് കൊല്ലപ്പെട്ടത് ഹേമചന്ദ്രനായിരുന്നുവെങ്കിലും മരിച്ചത് അയാളാണെന്ന് ഉറപ്പിക്കണമെങ്കിൽ DNA പരിശോധന നടത്തണം. ഫലം പോസിറ്റീവ് ആകുകയും വേണം. മൃതദേഹത്തിൻ്റെ കാലിൻ്റെ ഭാഗത്തു നിന്ന് സാമ്പിൾ ശേഖരിച്ചു. പക്ഷേ അതിൽ നിന്ന് DNA വേർതിരിച്ചറിയാൻ കഴിഞ്ഞില്ല. DNA തിരിച്ചറിയാൻ കഴിയാതെ വന്നതോടെ വീണ്ടും സാമ്പിൾ നൽകാൻ അന്വേഷണ സംഘത്തോട് കണ്ണൂരിലെ ഫോറൻസിക് വിഭാഗം ആവശ്യപ്പെട്ടു. മുഖ്യപ്രതി നൌഷാദിനെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. എന്നാൽ ഹേമചന്ദ്രൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്ന് പറഞ്ഞ് നൌഷാദും ഫേസ്ബുക്ക് ലൈവുമായി രംഗത്തെത്തിയിരുന്നു. കൊലപാതകം നടത്തിയിട്ടില്ലെന്നും ആത്മഹത്യ ചെയ്ത ഹേമചന്ദ്രൻ്റെ മൃതദേഹം സുഹൃത്തുക്കൾ പറഞ്ഞതനുസരിച്ച് കുഴിച്ചിടുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നും അയാൾ ഫേസ്ബുക്ക് ലൈവിലൂടെ പറഞ്ഞു. ചെയ്ത തെറ്റിന് ജയിലിൽ കിടക്കാൻ തയ്യാറാണെന്നും നാട്ടിലെത്തി അന്വേഷണ സംഘത്തിന് മുമ്പാകെ കീഴടങ്ങുമെന്നും കൂടി അയാൾ ലൈവിലൂടെ പറഞ്ഞു വെച്ചു. അങ്ങനെ വിസിറ്റിംഗ് വിസയുടെ കാലാവധി തീർന്ന് സൗദി അറേബ്യയിൽ നിന്ന് നാട്ടിലേക്ക് വന്ന നൌഷാദിനെ ബംഗളൂരു വിമാനത്താവളത്തിൽ വെച്ച് എമിഗ്രേഷൻ വിഭാഗം പിടികൂടി.
ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയത് നൌഷാദിന്റെ നിർദ്ദേശമനുസരിച്ചാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. തനിക്ക് തെറ്റുപറ്റിപ്പോയെന്ന് നൌഷാദ് അന്വേഷണ സംഘത്തിന് വാട്സാപ്പ് സന്ദേശം അയക്കുകയും ചെയ്തിരുന്നു. എന്നാൽ നൌഷാദ് പോലീസിനോട് പറഞ്ഞത് ഹേമചന്ദ്രൻ്റേത് കൊലപാതകമല്ല എന്നായിരുന്നു. ഹേമചന്ദ്രൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നും ആ മൃതദേഹം ഗത്യന്തരമില്ലാതെ തങ്ങൾ മറവ് ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നുമായിരുന്നു നൌഷാദിന്റെ വാദം. എന്നാൽ നൌഷാദിന്റെയും സംഘത്തിന്റെയും മർദ്ദനത്തിൽ സംഭവിച്ച പരിക്ക് കാരണമാണ് ഹേമചന്ദ്രൻ മരണപ്പെട്ടതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. പിന്നീട് കേസിലെ നിർണായക തെളിവായ കാറ് പോലീസ് കണ്ടെത്തി. മുഖ്യപ്രതി നൌഷാദിന്റെ ഉടമസ്ഥതയിലുള്ള KL 10AZ 6449 എന്ന രജിസ്ട്രേഷൻ നമ്പറുള്ള വെള്ള നിറത്തിലുള്ള മാരുതി സിയാസ് കാറാണ് കണ്ടെത്തിയത്. ഈ കാറിലാണ് ഹേമചന്ദ്രന്റെ മൃതദേഹം ഒളിപ്പിക്കുകയും പിന്നീട് മറവ് ചെയ്യാനായി കൊണ്ടുപോകുകയും ചെയ്തത്. ഈ കാറ് നൌഷാദ് മലപ്പുറത്തുകാരനായ ഒരാൾക്ക് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയായിരുന്നു. ശാസ്ത്രീയ പരിശോധനകൾ നടത്തിയാണ് പോലീസ് ഈ കാറ് കണ്ടെത്തിയത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം കേസിലെ നിർണായക തെളിവായ ഈ കാറ് കണ്ടെത്തുന്നത് ഒരുപാട് ദുഷ്കരമായിരുന്നു. ഈ കാറിനെ കുറിച്ചുള്ള യാതൊരു വിവരങ്ങളും നൌഷാദ് പോലീസിനോട് പറഞ്ഞിരുന്നുമില്ല. 2025 സെപ്റ്റംബറിൽ നൌഷാദും ലീബയും ഉൾപ്പെടെയുള്ള 6 പേരെ പ്രതികളാക്കി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഇൻസ്പെക്ടർ ബൈജു K. ജോസ് കുന്നമംഗലം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. നൌഷാദ്, ജ്യോതിഷ് കുമാർ, അജേഷ്, വൈശാഖ്, മെൽമിൻ മാത്യു, ലീബ എന്നിവരായിരുന്നു പ്രതികൾ. തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തൽ, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കാൻ കുഴിച്ചുമൂടൽ എന്നീ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത്. വിദേശത്തായിരുന്ന ലീബ ശനിയാഴ്ചയാണ് നാട്ടിലെത്തിയതും പോലീസിന്റെ പിടിയിലായത്. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ ലീബയെ റിമാൻഡ് ചെയ്ത് ജയിലിലാക്കി. ഇങ്ങനെ ഒട്ടനവധി സംഭവങ്ങളാണ് കേരളത്തിൽ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ കുറ്റകൃത്യത്തിലും എന്തെങ്കിലും ഒരു തുമ്പ് അവശേഷിക്കും. ഹേമചന്ദ്രന്റെ മരണത്തിലും പ്രതികൾ ഹേമചന്ദ്രന്റെ മകളുടെ ഫോണിലേക്ക് അയാളാണെന്ന വ്യാജേന വിളിച്ച ഒരു കോളാണ് തുമ്പായത്. ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഹേമചന്ദ്രന്റെ തിരോധാനം ഇപ്പോഴും വെളിച്ചത്ത് വരുമായിരുന്നില്ല.